ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഈശ്വര കൃപയും ശാന്തിയും സമാധാനവും ഈ ലോക ജീവിത സുഖങ്ങളും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ അറിയാനുള്ള ഈശ്വര കൃപ വേണം. നമുക്ക് ഈശ്വരനെ അറിയണമല്ലോ. അതിന് വേണ്ടുന്ന കൃപ നമ്മൾ ഭഗവാനോട് ചോദിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് അതിനു വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഈ ലോകം നമുക്ക് നശിക്കുന്നതല്ലേ. ഈ ശരീരം പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നത്, അത് പ്രകൃതി തന്നെ ചേരും. അതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഈശ്വരനെ അറിയേണ്ടതാണ് സമയം, വെറുതെ കളയാതെ. കഴിയുന്നതും നമുക്ക് ഈ ലോക ജീവിത സുഖങ്ങളും വേണം, അതോടൊപ്പം തന്നെ ഭഗവാനിലേക്ക് ലയം പ്രാപിക്കുകയും വേണം. അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് ഭഗവാൻ അർജുൻ കൊടുക്കുന്ന ഉപദേശം നമുക്ക് തരുന്ന ഉപദേശമാണ്. അപ്പോൾ അത് കൈക്കൊള്ളണം. ഭഗവാനെ എൻ്റെ ഹൃദയത്തിലും ഇത് നന്നായി മനസ്സിലാക്കാനുള്ള കഴിവ് തരണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം മക്കളെ. നമുക്കിന്ന് പ്രകൃതി പുരുഷ വിവേക യോഗം. പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ഇത് രണ്ടും നമ്മളിൽ തന്നെ ഉണ്ട്. ഈ ശരീരമാണ് പ്രകൃതി. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രജ്ഞൻ എന്ന് നമ്മൾ പറയാം. ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്നതാണ് ക്ഷേത്രജ്ഞൻ, അത് ആത്മാവ്. എല്ലാ ശരീരത്തിലും, മൃഗങ്ങളിലും പക്ഷികളിലും വൃക്ഷത്തിലും മനുഷ്യരിലും എല്ലാം ശരീരമുണ്ട്. ഈ ശരീരത്തിലെല്ലാം ഒരേ ഒരു ആത്മാവ് തന്നെയാണ് എല്ലാവരിലും കുടികൊള്ളുന്നത്. എന്നിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് വേറൊരു വ്യക്തിയിലും ഉള്ളത്. അപ്പോൾ ഒന്നേ ഉള്ളു, ആത്മാവ് ഏകനാണ്. എല്ലാത്തിലും വേണോ, എല്ലാവർക്കും ഉണ്ട്. ഒരേ ഒരു വ്യക്തി തന്നെ. സൂര്യൻ എങ്ങനെയാ, ലോകം മൊത്തം ഒരേ ഒരു സൂര്യനല്ലേ ഉള്ളു. നമുക്ക് എല്ലാവർക്കും അതുപോലെ പരബ്രഹ്മ ഏകനാണ്. സർവ്വരുടെ ഉള്ളത്തിലും നിറഞ്ഞ് പുറത്തും അകത്തും ഒക്കെ നിറഞ്ഞിരിക്കുക. അത് നമുക്കതിനെ വിവേചിച്ച് അറിയുന്നതാണ് എന്താണ് ഈ ക്ഷേത്രം. ഈ പ്രകൃതിയിൽ നടക്കുന്നതാണ് ക്ഷേത്രം, ശരീരം. അതായത് ക്ഷേത്രജ്ഞന് വസിക്കാനുള്ള ദേഹമാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഇതിനകത്ത് ക്ഷേത്രജ്ഞനുണ്ട്, സാക്ഷിയായി നിൽപ്പുണ്ട്. ഒരു ബലൂണിനകത്ത് കാറ്റ് എങ്ങനെയാ, ബലൂൺ പൊട്ടിപ്പോയാൽ കാറ്റ് അവിടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും മാറി പോകണ്ട. കാറ്റിനെ നിറച്ച് വെച്ചേക്കുന്ന ബലൂൺ എന്ന് പറഞ്ഞ ശരീരം ആണ്. അതുപോലെ നമ്മൾ പരബ്രഹ്മത്തെ നമ്മൾ പൊതിഞ്ഞ് വെച്ചേക്കുന്ന ശരീരം, അത്രയേ ഉള്ളൂ. ശരീരം തോട് പോലെ ഈ ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടിപ്പോയാലും ബ്രഹ്മ അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോണില്ല. ശരീരം മാത്രമേ ഒഴിഞ്ഞു പോകുന്നുള്ളൂ. അതിൽ യാതൊരു ബന്ധമൊട്ടും ഇല്ല. തന്നെ ശരീരം പൊട്ടിപ്പോകുമ്പോൾ അയ്യോ എൻ്റെ ശരീരം പോയെന്ന് ബ്രഹ്മം ആ പരമാത്മാവ് വിളിച്ച് കൂവാറില്ല. അത് യാതൊരു ചേർച്ചയല്ല. സാക്ഷിയായി നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. ഒരു കർമ്മവും ചെയ്യാനുമില്ല ഈ ആത്മാവിന്. നമുക്കതിൻ്റെ വിവരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ഇത് മൊത്തവും അതിനെപ്പറ്റി വിവരിച്ച് മനസ്സിലാക്കുന്നതാണ് ഈ പ്രകൃതി പുരുഷ വിവേകം. അതായത് പ്രകൃതിയും പുരുഷനും പരമാത്മാവിനെയാണ്. പരമാത്മാവിൻ്റെ തന്നെ ശക്തി സ്വരൂപിയാണ് ഈ പ്രകൃതി. അത് അവിദ്യയും വിദ്യയും ഉണ്ട്. പ്രകൃതിയിൽ നമുക്ക് അവിദ്യയാണ്, കാരണം അറിവില്ലായ്മയാണ് പ്രകൃതി. അതിൽ നിന്ന് അറിവ് വെച്ച് വേണം നമുക്ക് പരമാത്മാവിൽ ലയം പ്രാപിക്കണമെങ്കിൽ ആത്മീയമായ അറിവ് സമ്പാദിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ മൃഗങ്ങളെപ്പോലെ ഭൂമിയിൽ ഈ പ്രകൃതിയിൽ ഇങ്ങനെ തിന്നും കുടിച്ചും കിടക്കും. ആ വിദ്യ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റൂ. പരബ്രഹ്മത്തെ അറിഞ്ഞെങ്കിലല്ലേ പരബ്രഹ്മമായി മാറാൻ പറ്റൂ. പരബ്രഹ്മത്തെ നമ്മൾ എന്താ പറയുക, അതായി ചേരണമെങ്കിൽ നമ്മളങ്ങനെ ആയിത്തീരണമെങ്കിൽ അറിവ് വേണം. ഇല്ലെങ്കിൽ മൃഗങ്ങളും നമുക്ക് എന്താ വ്യത്യാസം? നമ്മളും ഈ പ്രകൃതിയിൽ തിന്നും കുടിച്ചും കിടക്കുന്നത് മാത്രം. ഈശ്വരനിൽ ലയം പ്രാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് സകല പ്രാണികളിലും സമമായി. അപ്പോൾ സർവത്തിൽ സമമായി എന്താണ്? ആത്മാവ്, പരമാത്മാവ്, ജീവാത്മാവ്. അത് നശിക്കാത്ത സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ആ പരമാത്മാവിനെ കാണുന്നവർ ആരാണ്? ഈ നശിക്കാത്ത പരമാത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെന്ന് ആരാണ് അറിയുന്നത്? അത് തന്നാൽ സച്ചിദാനന്ദ സ്വരൂപനായ ആത്മാവിനെ നശിപ്പിക്കുന്നില്ല. അപ്പോൾ എന്നിലിരിക്കുന്ന പരമാത്മാവ് സർവത്തിലും ഉണ്ടെന്ന് ആരാണ് അറിയുന്നത്? അപ്പോൾ ഏതെങ്കിലും ഒന്നിനോട് നമ്മൾ വെറുക്കുമോ? ഒരു പൂച്ചയോടോ കാക്കയോടോ ഒരു മനുഷ്യനോടോ ആരോടും നമ്മൾ വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ അടിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യുമോ, ഉപദ്രവിക്കുമോ? കാരണം ഈ എന്നിലിരിക്കുന്ന ആത്മാവല്ലേ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ തന്നെയല്ലേ അതും. അങ്ങനെ ആരാണ് അറിയുന്നത്? അതുകൊണ്ട് തന്നെ ഉത്തമമായ ഗതിയെ അവൻ പ്രാപിക്കുന്നു. ഈ അറിവ് സമ്പാദിക്കുക, ഈ അറിവാണ് ഉത്തമമായ ഗതി. ആ വഴി, ആ പരബ്രഹ്മത്തിലേക്കുള്ള വഴി അങ്ങനെ ഉള്ളവരാണ് പ്രാപിക്കുന്നത്. ഞാൻ തന്നെയാണ് സർവത്തിലൊന്ന് രുചിച്ചറിയണം.
അപ്പോൾ ഒരു ആനന്ദ നിർവൃതിയാണ്. എന്ത് കണ്ടാലും ഞാനാണല്ലോ. ആ ഒരു ജീവൻ വിഷമിക്കുമ്പോൾ, ഒരു ജീവൻ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷം എൻ്റെ സന്തോഷം. ആ മറ്റൊരു ജീവൻ വിഷമിക്കുമ്പോൾ, ദുഃഖിക്കുമ്പോൾ അത് എൻ്റെ ദുഃഖമായി മാറുമ്പോൾ ഞാൻ തന്നെയാണ് അതും, അത് തന്നെയാണ് ഞാനും. ഭഗവാൻ ഇത് തന്നെ പറയാം. ഭഗവാൻ എന്താ ഭക്തനോട് പറയും? ഭക്തൻ എന്നിലും ഞാൻ ഭക്തനിലും. എന്താ കാരണം? ഒരു ഭക്തൻ വിഷമിച്ചാൽ ഭഗവാൻ വിഷമിക്കും. ഒരു ഭക്തൻ്റെ സന്തോഷം കാണാൻ ഭഗവാൻ ആനന്ദിക്കും. അതാണ് ഈശ്വരൻ. നമ്മളും അതുപോലാണ്. അത് ബ്രഹ്മഭാവം. നമ്മളും ആ പരമാത്മാവാണ് കൃഷ്ണൻ. ആ കൃഷ്ണഭാവം നമുക്കും വേണം. ഭഗവാൻ ഭക്തനിലും ഭക്തൻ ഭഗവാനിലെന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നാം തന്നെയാണ് വേറൊരു വ്യക്തിയിലും നമ്മൾ കാണണം. ഞാൻ തന്നെയാണ് മറ്റവൻ, നീയും ഞാനും ഒന്നാണ്, അത് നീ തന്നെ. ഈ ഒരു അറിവ് സമ്പാദിക്കുമ്പോൾ നമ്മൾ ആ ബ്രഹ്മഭാവമായി മാറുന്നു. ഇതാണ് നമ്മൾ പഠിക്കുക. നമുക്ക് എന്നിട്ടോ പ്രകൃതിയാൽ തന്നെ സർവ്വവിധേനയുള്ള കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നുവെന്നും. അപ്പോൾ പ്രകൃതിക്ക് മാത്രമേ കർമ്മങ്ങളുള്ളൂ. ഈ ശരീരം എനിക്കെന്ന് പറഞ്ഞാൽ ഞാനായവൻ ഇരിക്കുന്ന ഈ ദേഹത്തിന് മാത്രം അത് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതിന് കർമ്മങ്ങളുണ്ട്. കൈയും കാലും വിശപ്പും ദാഹങ്ങളും ഇതൊക്കെ എന്തോ കർമ്മങ്ങൾ ചെയ്തെങ്കിലേ വെക്കും. അത് പ്രകൃതിക്കേ ഉള്ളൂ. ഇതിനകത്ത് വസിക്കുന്ന ക്ഷേത്രജ്ഞനാണെങ്കിലോ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തിന് ശരീരങ്ങളിൽ വികാരങ്ങളില്ല, ദേഹമില്ല, ഒരു സാക്ഷിയായി നിലകൊള്ളുന്നെന്ന് മാത്രം. നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതൊക്കെ കണ്ട് സാക്ഷിയായി നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. കാരണം ആത്മാവിന് വികാരങ്ങളില്ല, ജനന മരണങ്ങളില്ല. അതുകൊണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും നിൽക്കുന്നു, ഒന്നിലോട് ഒട്ടുന്നില്ല. കാരണം ഒരു ബലൂൺ പൊട്ടി ബലൂൺ അങ്ങ് ഒഴിഞ്ഞു പോകും. പക്ഷേ ആ കാറ്റ് അവിടെ തന്നെ ഉണ്ട്. കാറ്റ് എങ്ങോട്ടും മാറുന്നില്ല. നിറച്ച് വെച്ചേക്കുന്ന അവിടെ നിൽക്കുന്ന കാറ്റിനെ തന്നെയാണ് ബലൂണിനകത്തേക്ക് ആക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ക്ഷേത്രജ്ഞനും ഇതുപോലെയാണ്. അതുകൊണ്ട് അങ്ങനെ ആരാണ് ആത്മാവിൻ്റെ കർമ്മങ്ങൾക്ക് കർത്താവല്ലാതെയും യവൻ കാണുന്നുവോ അവനാണ് നല്ലവണ്ണം അറിയുന്നത് ഈ ആത്മാവിനെ. നമുക്ക് ഇന്ന് വായിക്കാനുള്ളത് 13-ാമത്തെ അധ്യായം, ഈ പ്രകൃതി പുരുഷ വിവേക യോഗത്തിൻ്റെ 31-ാമത്തെ ശ്ലോകമാണ് നമുക്ക് വായിക്കാനുള്ളത്. യഥാ ഭൂതബൃഹദ്ഭാവം ഏകസ്ഥ അനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മസമ്പദ്യതേ തഥാ. സ്ഥാവര ജംഗമങ്ങളായിരിക്കുന്ന ഭൂതങ്ങളുടെ ഭേദത്തെ, സ്ഥാവര ജംഗമങ്ങൾ എന്ന് വെച്ചാൽ ഈ സർവ്വ കാണുന്ന വസ്തുക്കൾ, സർവ്വം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യനും മൃഗങ്ങളും എന്തെല്ലാം വസ്തുക്കളോ എന്തെല്ലാം ജീവജാലങ്ങളോ വൃക്ഷങ്ങളോ ചെടികളോ ഇതൊക്കെ സ്ഥാവര ജംഗമങ്ങളാണ്. ഇതെല്ലാം എന്താ? ഭൂതങ്ങളെന്ന് പറയും. ഇതെല്ലാം ഈ പ്രകൃതിയിൽ പഞ്ചഭൂതം ആയതുകൊണ്ടാണ് ഇതെല്ലാം ഭൂതങ്ങൾ. ഇതെല്ലാം ഈ 5 മണ്ണും വെള്ളവും അഗ്നിയും വായുവും ആകാശവും കൊണ്ടുണ്ടാക്കുന്നത് തന്നെയാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിലേ നമുക്ക് ആർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ നിലനിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഭൂതങ്ങളുടെ ഭേദത്തെ ഈശ്വര ശക്തി രൂപമായിരിക്കുന്ന പ്രകൃതിയിൽ, ഈശ്വരൻ്റെ ഈ പരമാത്മാവിൻ്റെ തന്നെ ശക്തിയാണ് ഈ രൂപങ്ങളെല്ലാം. ഈ ശരീരമാകുന്ന ഈ രൂപവും എല്ലാ മക്കളുടെ രൂപങ്ങളും എന്തെല്ലാം ഈ എല്ലാം എന്താ? ഭഗവാന്റെ ഈശ്വരൻ്റെ തന്നെ പ്രകൃതി രൂപമാണ്. ഭഗവാന് രൂപമില്ലെങ്കിലും ഭഗവാന്റെ ശക്തിയാകുന്ന ഈ പ്രകൃതിക്ക് രൂപമുണ്ട്, സർവത്തിനും രൂപമുണ്ട്. അതുകൊണ്ട് ഈ രൂപമായിരിക്കുന്ന ഈ പ്രകൃതി ലയകാലത്തിൽ, അതായത് പ്രളയം, ലയം എന്ന് വെച്ചാൽ സൃഷ്ടി സ്ഥിതി ലയം. സൃഷ്ടി എല്ലാവരും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനെ സംരക്ഷിക്കുന്നതിന് എന്താ പറയുക? സ്ഥിതി. ഇതിനെ സംഹരിക്കുന്നതിനോ, അപ്പം നമ്മൾ ഇത് രക്ഷിക്കുന്നതിന് സ്ഥിതിയെന്നും സംഹരിക്കുന്ന പ്രളയം അത് ലയം. അപ്പോൾ ലയകാലത്തിൽ, അപ്പം ഈ പ്രകൃതി ഈ ലയകാലത്തിൽ എന്ത് ചെയ്യുന്നു? എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയിലേക്ക് അടുക്കുന്നു. എല്ലാം ഒന്നിച്ച്, കാരണം എല്ലാത്തിനും ശരീരം അങ്ങ് പോകണമല്ലോ, പ്രളയമല്ലേ. അപ്പോൾ എല്ലാം പ്രകൃതിയിലേക്ക്, ഭഗവാന്റെ തന്നെ പ്രകൃതി മഹാമായായിരിക്കുന്ന ആ പ്രകൃതിയിലേക്ക് തന്നെ, ഭഗവാന്റെ തന്നെ പ്രകൃതിയിലേക്ക് ലയിക്കുന്നു. എന്നാലോ വീണ്ടും അത്രയും കാലം അങ്ങനെ ലയിച്ച് കിടന്നിട്ട് വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോഴോ അതിൻ്റെ വിസ്താരത്തെയും, ആദ്യം 1 മുളച്ച് പിന്നെ 2ആയി 3ആയി. ഇന്ന് എൻ്റെ കുട്ടിനാളിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങും ഓരോ വീട്, ഇപ്പം നിറച്ച് വീടുകളായി എന്ന് പറയുന്നത് പോലെ ഇത് സൃഷ്ടി വരുമ്പോൾ അതിൻ്റെ വിസ്താരം. കാരണം
എല്ലാം ലയം പ്രളയത്തിൽ ലയിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം അണുവായി അല്ലേ ലയിക്കുന്നത്, ശരീരമൊക്കെ പോവില്ലേ, വിസ്താരം ഇല്ലല്ലോ. എല്ലാം ലയിച്ച് വരുമ്പോൾ ഒരു അത് വലിയൊരു വൃക്ഷത്തിൽ ഒരു കടുവോളം ഉള്ളൊരു അരി മതി അത് വലിയ വൃക്ഷമാവാം എന്ന് പറയുന്ന പോലെ നമുക്കൊരു വിത്തായി ഇച്ചിരിയേ കാണും. അത് പിന്നെ സൃഷ്ടി വരുമ്പോൾ അത് പിന്നെ വലുതാവുക, അത് കിളിർത്ത് വലുതാവുക എന്ന് പറയുന്നത് പോലെ അതിൻ്റെ വിസ്താരത്തെ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ലയം വരുമ്പോൾ പ്രളയം വരുമ്പോൾ എല്ലാം പ്രകൃതിയിലേക്ക് അടുപ്പിക്കുന്നു. അത്രയും കാലം കഴിഞ്ഞ് സൃഷ്ടി തുടങ്ങുമ്പോഴോ ഇതെല്ലാം വിസ്താരം. ഇപ്പം ഞാൻ ജനിച്ചതിൻ്റെ അന്നൊരു ഇച്ചിരി ഉള്ളായിരുന്നു, ഇപ്പം എത്രയും വലുതായില്ലേ. അതുപോലെ സർവ്വതും ഒരു ആനക്കുട്ടി എത്ര കാണും ജനിക്കുമ്പോൾ, പിന്നെ അത് വലുതാവുന്നില്ലേ, അത് വിസ്താരം. അതുപോലെ ജനങ്ങൾ മൊത്തം തിങ്ങി നിറയുമ്പോൾ തന്നെ ലോകം മൊത്തം നിറയുന്നില്ലേ. ഇതുപോലെ വിസ്താരമാവുന്ന അങ്ങനെ ആര് കാണുന്നുവോ ഇത് ഇങ്ങനെയാണെന്ന് ആരാണ് അറിയുന്നത്? അപ്പോൾ എന്ത് വരുന്നത്, ഇതിൽ അറിഞ്ഞു വരുമ്പോൾ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. നമ്മൾ ജനിക്കുമ്പോൾ ഉടനെ ബ്രഹ്മഭാവം വരത്തില്ല, കാരണം നമുക്ക് അറിവില്ല. ഇതൊക്കെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ എന്ത് വരുന്നു, ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ഈ പറഞ്ഞു കൊടുക്കുന്ന അറിവ് എന്തുകൊണ്ട് ഭഗവാന് കിട്ടി? ഇത് നമ്മൾ അറിയുമ്പോൾ നമ്മളും അങ്ങനെയാകും. ഭഗവാൻ പരമാത്മാവാകുന്ന ഭഗവാൻ കൃഷ്ണൻ ഇത്രയും പറഞ്ഞു തരാൻ അറിവുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഗ്രഹിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കും ആ ഭാവം ഉണ്ടാവും. നമുക്കും കൃഷ്ണഭാവം. എന്താ കൃഷ്ണഭാവം? ബ്രഹ്മഭാവം. ഭഗവാൻ പരമാത്മാവാണ് കൃഷ്ണൻ്റെ ഭാവം. കൃഷ്ണൻ്റെ ആ ഒരു ശരീരം മാത്രമേ പ്രകൃതിയിൽ എടുത്തുള്ളൂ, ആ ഉള്ള മൊത്തവും പരമാത്മാവാണ്. ആ ഭാവം നമുക്കും കിട്ടണ്ടേ. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം, നമുക്കും ആ ഭാവം ബ്രഹ്മഭാവം നമ്മളും അങ്ങനെ അറിയും. കാരണം സൃഷ്ടിയും സ്ഥിതിയും ലയം വരുമ്പോൾ പ്രളയം വരുമ്പോൾ എല്ലാം ആ പ്രകൃതി ഭഗവാന്റെ പ്രകൃതിയിലേക്ക് എല്ലാം അടുപ്പിച്ച് നിർത്തിയിട്ട് അത്രയും കാലം ബ്രഹ്മാവ് ഉറങ്ങുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സൃഷ്ടി തുടങ്ങുക. ഇത്രയും നാൾ സൃഷ്ടി ആയിരുന്നു, അത്രയും നാളും ഉറക്കമാണ്. അത് കഴിഞ്ഞിട്ട് സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും വിസ്താരമായി വരുന്നു. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളിപ്പോൾ കുഞ്ഞായിട്ടിരുന്നപ്പോൾ അറിവാണോ വളരുമ്പോൾ ഇങ്ങനെ എല്ലാം ആത്മീയമായ വളർച്ചയും വളർന്നു വരുമ്പോഴാണ് ആ ഭാവം നമുക്ക് വരുന്നത്. ഈ ഏത് ഭാവം? ഭഗവാൻ ഈ പറഞ്ഞു തരുന്ന അറിവ് നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ എന്തറിയുന്നു? ആ ബ്രഹ്മത്തെ അറിയുന്നു, ആ ബ്രഹ്മഭാവം എനിക്കും ഉണ്ടാകുന്നു. അതുപോലെ സർവ്വപേരും അങ്ങനെ അറിയണം. അതുകൊണ്ട് എപ്പോൾ അങ്ങനെ കാണുന്നുവോ, കാരണം സൃഷ്ടികാലത്തിൽ അതിൻ്റെ വിസ്താരത്തെയും എപ്പോൾ കാണുന്നുവോ അപ്പോൾ അത് ലയം വരുമ്പോൾ എല്ലാം ഒന്നായി പ്രകൃതിയിലേക്ക് ലയിക്കുന്നു. വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ മൊത്തവും വികസിച്ച് ലോകം മൊത്തവും നിറയുന്നു. ഈ ഒരവസ്ഥയും ഇതെങ്ങനെ സംഭവിക്കുന്നതും ഈ പ്രകൃതി എന്താണെന്നും ഈ ശരീരം ആരാണെന്നും ഇതിൽ വസിക്കുന്ന ക്ഷേത്രത്തിന് എന്താണെന്നും ഇതൊക്കെ അറിഞ്ഞു വരുന്നൊരു വ്യക്തിക്ക് ആ ബ്രഹ്മഭാവം ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്പോൾ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഭഗവാൻ ഇത് ഉപദേശം അർജുനന് കൊടുക്കുക. എൻ്റെ യുക്തിക്കൊത്ത് ഞാൻ പറയുന്ന അത്രയേ ഉള്ളൂ. നമുക്കിനി 32ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം. അനാദിത്വം നിർഗുണത്വാൽ പരമാത്മായ അവ്യയ ശരീരസ്ഥോ അപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അനാദിത്വാ നിർഗുണത്വാൽ പരമാത്മായ അവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അല്ലയോ കുന്തിപുത്ര, ഭഗവാൻ പറയുന്നു, അല്ലയോ അർജുന, എത്ര സ്നേഹത്തോടുകൂടിയാണ് വിളിക്കുക അറിയാം. ഭഗവാൻ ഇത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പോകണ്ടേ? ഭഗവാൻ ഈ അറിഞ്ഞത് നമുക്ക്, ഭഗവാന്റെ അറിവ് നമുക്ക് തന്ന് നമ്മളും അങ്ങനെ ആയിത്തീരുന്നതല്ലേ ഭഗവാൻ ഇഷ്ടം. അതുകൊണ്ട് അല്ലയോ കുന്തിപുത്ര, അതായത് കുന്തിയുടെ പുത്രനാണ് അർജുന അനാദിയാകയാലും പരബ്രഹ്മം എന്താണ്? അനാദിയാകയാലും അതോ നിർഗുണനാകയാലും. കാരണം എന്താ? ഭഗവാന്റെ പ്രകൃതി ആ മഹാമായയ്ക്ക് നിർഗുണാവസ്ഥയല്ല, ത്രിഗുണാവസ്ഥയാണ്. ഭഗവാൻ പരമാത്മാവിന് ഗുണങ്ങളില്ല. അതായത് സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ ഇല്ലാത്ത പരമാത്മാവ് അതിന് നിർഗുണം എന്ന് പറയാം. ഈ ഗുണങ്ങൾ ആർക്കാ ഉള്ളത്? ഭഗവാന്റെ മായയ്ക്ക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരേ അവസ്ഥയിൽ പോകാൻ പറ്റത്തില്ല. എല്ലാവരും സത്വഗുണമായാൽ പിന്നെ ഇവിടെ എങ്ങനെ ഈ ലോകം നിലനിൽക്കും? എല്ലാവരും സത്വഗുണം കൊണ്ട് നിറഞ്ഞ് എല്ലാവരും ആത്മീയമായി സന്യാസിമാരായി ഈശ്വരൻ ലയിച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടാവൂ? അതുകൊണ്ട് ഇവിടെ രജോ ഗുണവും വേണം, തമോ ഗുണവും വേണം, സത്വഗുണവും വേണം. ഇഷ്ടമുള്ളവർക്ക് അറിഞ്ഞറിഞ്ഞ് സത്വഗുണത്തിൽ നിന്ന് നിർഗുണാവസ്ഥയിലെത്താം. അതല്ല രജോ ഗുണത്തിൽ തന്നെ കിടക്കുക, വീണ്ടും വീണ്ടും ജനിക്കും, ഇത്രയേ ഉള്ളൂ. അന്ധകാരത്തിൽപ്പെട്ട തമോ ഗുണത്തിലാണെങ്കിലോ ഒരിക്കലും കരകയറാതെ ഒരു വിവരവും ഇല്ലാതെ കാട് പിടിച്ച് കിടക്കുന്ന, എപ്പോഴും എന്താ പറയുക, ദുഃഖ ദുരിതത്തിൽപ്പെട്ട് വെളിവില്ലാതെ കിടക്കുന്ന ഒരവസ്ഥ.
അത് ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാമല്ലോ. നമുക്ക് ഇന്നെല്ലാം വിട്ടു മാറാമല്ലോ. അറിവ് വന്നാൽ ഇതെല്ലാം നമുക്ക് മാറ്റാമല്ലോ. അതുകൊണ്ട് ഭഗവാൻ വിചാരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞ് ഈ നിർഗുണാവസ്ഥയിൽ എത്തിക്കോ. അപ്പോൾ ആർക്കും എല്ലാവരും ഒന്നുപോലെ പോവുകയും വേണ്ട. ഓരോരുത്തർക്ക് ഒന്നിൽ പഠിച്ചിട്ട് 2ലേക്ക് കയറുക. ഇങ്ങനെ ഓരോ കാലങ്ങൾ കഴിഞ്ഞാൽ ചിലർ 10ൽ തന്നെ 10 തോക്കുന്നവരില്ലേ, അതുപോലെ തോറ്റു കിടക്കുക, അന്ധതയിൽപ്പെട്ട് കിടക്കുന്നവരും ഉണ്ട്. അതുപോലെ നന്മ കൊണ്ട് നിറഞ്ഞ് ഈശ്വരങ്ങളിലേക്ക് എത്താവുന്നവർ അങ്ങനെ പോവുക. അതിനെന്ത് വേണം? എവിടെയെങ്കിലും ആരെങ്കിലും അറിഞ്ഞിട്ടുള്ളവരടുക്ക പോയി ഇതൊക്കെ കേട്ടും പഠിച്ചും. ഇപ്പം ഭഗവാൻ ആർക്ക് കൊടുക്കുന്ന ഉപദേശമാ? അർജുനന്. അത് നമുക്ക് എന്തുകൊണ്ടെത്തി? ഇത് ഇങ്ങനെ തലമുറ ഇനിയും മക്കളെ ഇങ്ങനെ പോയി ഇരിക്കണം, എല്ലാവരും ഇത് എത്തണം. അതുകൊണ്ട് എല്ലാ മക്കളും ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുത്തില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവില്ലേ? അതുകൊണ്ട് അല്ലയോ കുന്തിപുത്ര, അനാദിയാകയാലും. എന്താണ് പരമാത്മാവ്? അനാദി എന്നോ ഉള്ളതാ, ഉണ്ടായതല്ല. അതുകൊണ്ട് അനാദിയാകയാലും എന്നാൽ നിർഗുണനാകയാലും ഒരു ഗുണങ്ങളും പരമാത്മാവിനില്ല. അതല്ലേ ഭഗവാന് നന്മ തിന്മ വേർതിരിക്കുന്ന ഒരാളല്ല പരമേശ്വരൻ. ഇവിടെ അവതാരമൂർത്തികൾക്കാണ് നമുക്ക് നന്മ ചെയ്യൂ തിന്മ വേണ്ട എന്നൊക്കെ പറഞ്ഞു തരുന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഈശ്വരനിലേക്ക് എത്തണം, ഇതൊക്കെ പഠിച്ച് പോകണം. അല്ലാതെ പരമാത്മാവായ ജഗദീശ്വരൻ എന്താണ്? അവന് അവിടെ കള്ളനെന്നോ ദുഷ്ടനെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരെയും ഒന്നുപോലെ കാണുന്നത്. അതുകൊണ്ടാണ് ഗുണമില്ലെന്ന് പറയാം. നമ്മളൊക്കെ എന്താണ്? നമുക്ക് സത്വഗുണമാണോ? പിന്നെ തമോ ഗുണക്കാരെ നമുക്ക് കണ്ടുകൂടാ, പിന്നെ രജോ ഗുണക്കാരെ കണ്ടുകൂടാ. രജോ ഗുണക്കാർക്കാണെങ്കിലോ സത്വ ഗുണക്കാരനെ കണ്ടുകൂടാ. അവൻ്റെ ഒരു ഭക്തി പിന്നെ എന്ന് പറഞ്ഞ് രജോ ഗുണക്കാർ തള്ളിക്കളയും. ഇങ്ങനെ ഓരോരുത്തരും തങ്ങളിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതാണ് ഈ ഗുണങ്ങൾ. എന്നാൽ സത്വഗുണക്കാരൻ എന്ത് ചിന്തിക്കും? എനിക്ക് ഇവരെക്കാളൊക്കെ ഇച്ചിരി മിടുക്കാണേ എന്നൊരു ഹുങ്കും അഹങ്കാരം ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ഇതിന്നെല്ലാം കടന്ന് മുന്നോട്ട് നീങ്ങി പോയാൽ എന്ത് വരും? എല്ലാവരെയും സമമായി കാണുന്ന ഒരു അവസ്ഥ വരും. സമദൃഷ്ടി സമചിത്തത എന്താണ്? ഈശ്വരൻ്റെ അവസ്ഥ, പരമാത്മാവിൻ്റെ അവസ്ഥ, ആ പരബ്രഹ്മമായി തീരുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സത്വത്തിൽ നിന്നും നിർഗുണാവസ്ഥയിൽ എത്തണം. അപ്പോൾ മാത്രമേ എന്നെയും നിന്നെയും എല്ലാം സമമായി കാണാൻ പറ്റൂ. ആ ഒരു വ്യക്തിക്ക് അല്ലാതെ ഒരിക്കലും എല്ലാം ഒന്നായി ഏകമായി അനുഭവിക്കാൻ പറ്റത്തില്ല. എല്ലാം ഏകമാണെന്ന് കാണുന്ന എന്നെയും നിന്നെയും സർവ്വ ജീവജാലങ്ങളെയും എല്ലാം നാം തന്നെയാണെന്നുള്ളൊരു നമ്മുടെ ഹൃദയം അത്രമാത്രം ശുദ്ധമായി ആ ബ്രഹ്മാവസ്ഥ എത്തുമ്പോൾ മാത്രമേ അത് നമുക്ക് നടക്കൂ. അതുവരെ നമുക്ക് എല്ലാവരെയും അത് നീ ഇത് ഞാൻ എന്നുള്ള ചിന്തയായിട്ട് പോകും. അതുകൊണ്ട് ഭഗവാൻ അനാദിയാകയാലും നിർഗുണനാകയാലും നാശമില്ലാത്ത ഈ പരമാത്മാവ്, ഈ നമ്മുടെ ക്ഷേത്രത്തിൽ പരമാത്മാവായ ക്ഷേത്രജ്ഞൻ എന്താണ്? നാശമില്ലാത്തതാണ്. ഈ ശരീരം പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഇതിന് നാശമുണ്ട്. ഈ ശരീരത്തിന് മാത്രമേ ഗുണങ്ങളുള്ളൂ. ചിലപ്പോൾ ഇത് രജോ ഗുണമായിട്ട് ജീവിക്കും, ചിലപ്പോൾ തമോ ഗുണമായിട്ട് ജീവിക്കും, ചിലപ്പോൾ സത്വഗുണമായും ജീവിക്കും. നന്മകളൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് സത്വത്തിൽ, അതല്ല ഇതിൽ യാതൊരു വിവരവും ഇല്ല, കണ്ണ് കാണാൻ വയ്യാത്തണക്കുള്ള അന്ധകാരത്തിൽപ്പെടുന്ന കഷ്ടപ്പെടുവാണെങ്കിലോ അത്ര തമോ ഗുണമായിരിക്കും. അപ്പം നമ്മുടെ ഈ ഗുണങ്ങളെല്ലാം നന്മയിലേക്ക് പോയി പരമാത്മാവിലെ ആ ആനന്ദം, ആ പരബ്രഹ്മത്തിൽ ലയം പ്രാപിക്കണം. ബ്രഹ്മാവസ്ഥ എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ 3 ഗുണത്തിനും അതീതനാകണം. അപ്പോഴേ നമുക്കും ഭഗവാനെ പോലെ സർവ്വത്തിനെയും ഒന്നായി കാണാൻ പറ്റൂ. എല്ലാം നാം തന്നെയാണ്, എന്ത് കണ്ടാലും നാം തന്നെയാണ്. ആ പരമാത്മാവ് അങ്ങനെയാണ്. അവിടെ എന്തിനെങ്കിലും വ്യത്യാസം കൊടുക്കുന്നുണ്ടോ? എല്ലാവർക്കും വായു കൊടുക്കുന്നില്ലേ? എല്ലാവർക്കും ചൂട് കൊടുക്കുന്നില്ലേ? അതോ നീ ദുഷ്ടനാണ്, നീ കള്ളനാണ്, അല്ലെങ്കിൽ നീ കൊലയാളിയാണ്, അല്ലെങ്കിൽ നീചനാണെന്ന് പരമാത്മാവ് അങ്ങനെ ചിന്തിക്കാറുണ്ടോ? എല്ലാവർക്കും സമത്തി കൊടുക്കുന്നത്, അതാണ് നിർഗുണം. ആർക്കും ഇല്ലാതില്ല, എല്ലാവരും ഒന്നുപോലെയാണ്. ആ പിതാവിൻ്റെ സന്തതികളായിട്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്കും ആ അവസ്ഥ എത്താങ്കി കൊള്ളാം. അതുകൊണ്ട് നാശമില്ലാത്ത ഈ പരമാത്മാവ് ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെയുള്ള പരമാത്മാവ് നമ്മുടെ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അനാദിയാണ്, നിർഗുണനാണ്, നാശമില്ലാത്തവനാണ്, ജനനമരണം ഇല്ലാത്തവനാണ്. ആ ആത്മാവ് നമ്മളിൽ സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? ഒരു 10 കിലോ സ്വർണത്തിൽ നിന്ന് 1 പവൻ്റെ സ്വർണം അല്ലെങ്കിൽ ഒരു അരപ്പവൻ്റെ സ്വർണ്ണം എടുത്തൊരു കമ്മൽ തീർത്താൽ അതിന് കമ്മലെന്ന് പറയുന്നത് പോലെ ഈ 10 കിലോ ഈ ലോകം മൊത്തവും ഇരിക്കുന്ന ഒരു കട്ടിയാണ്, ഒരു വസ്തുവാണ് ഈ പരബ്രഹ്മമെങ്കിൽ അതിൽ നിന്ന് 1 പവൻ്റെ സ്വർണ്ണം ഒരു മാല തീർത്ത് നമ്മൾ അണിയുന്നത് പോലെ അല്പം നമ്മുടെ ഉള്ളത്തിലുണ്ട്. അതുകൊണ്ടാണ് ജീവാത്മാവെന്ന് പറയുന്നത്. ഈ ലോകം നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തു ഒരു നിഷ്കള ബ്രഹ്മമാണ്. അതിൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളത്തിലുണ്ട്. നമുക്കത് മതി. അത് ഒരു 5 ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണം എടുത്തിട്ട് കമ്മലോ മാലയോ തീർത്ത് അത് മതി. ഈ 10 കിലോ എന്ന് നമുക്ക് വേണ്ട. അതുപോലെയാണ് ഈ ബ്രഹ്മം നമ്മുടെ ഉള്ളത്തിൽ. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ മക്കൾക്ക്. അതുകൊണ്ട് ഈ ദേഹത്തിൽ ഈ ആത്മാവ് സ്ഥിതി ചെയ്യുന്ന അത് നമ്മൾ
ജീവാത്മാവെന്ന് പറയുന്നത്. സ്വർണം പിന്നെ മാല തീർത്ത് കഴുത്തിലോ അല്ലെ കാതിലോ ഇട്ട കമ്മലെന്നും അത് മാലയെന്നും പറയുന്നു, അല്ലാതെ അതിനെ സ്വർണം എന്ന് പറയാറില്ല. അതുകൊണ്ട് ഈ ബ്രഹ്മത്തെ നമ്മൾ എന്ത് പറയുന്നു? ശരീരത്തിനകത്താക്കിയതുകൊണ്ട് ജീവാത്മാവെന്ന് പറയുന്നു. അത് പരമാത്മാവെന്ന് പറയാറൊക്കെ. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ കട്ടിയാണ്, ഒരു വലിയൊരു നിഷ്കള ബ്രഹ്മമാണ്. ഈ 10 കിലോയോ അല്ലെ 100 കിലോ ഉള്ളൊരു സ്വർണ്ണ കട്ടി പോലെ ഇതൊരു വലിയ ഒരു കട്ടിയാണ്. അതിൽ നിന്നൊരു ഇച്ചിരി മതി. അതുകൊണ്ട് അതിനെ ഒരു അല്പം മതി. അതുകൊണ്ട് മാല കമ്മൽ സ്വർണം എന്ന് പറയാത്തത് പോലെ ഇത് ജീവാത്മാവെന്ന് പറയുന്നു. ഈ ജീവാത്മാവ് എല്ലാ ദേഹത്തിലും സ്ഥിതി ചെയ്യുന്നു. ഈ ശരീരത്തിലും സർവ്വശരീരത്തിലും ഈ ആത്മാവുണ്ട്. അതോ അങ്ങനെ സ്ഥിതി ചെയ്യുന്നു എങ്കിലോ ഒന്നും ചെയ്യുന്നില്ല. കർമ്മഫലങ്ങളോട് നമ്മുടെ ഉള്ളത്തിലുണ്ട്, പക്ഷേ ഒരു കർമ്മവും ചെയ്യുന്നില്ല. കർമ്മം ചെയ്യുന്നില്ല ശരീരമാണ്, പ്രകൃതിയാണ്. ഈ കൈയും കാലും കൊണ്ടൊക്കെ ചെയ്യുന്നു, വാ കൊണ്ട് സംസാരിക്കുന്നു, ഇതൊക്കെ ഈ ശരീരമാണ് ചെയ്യുന്നത്. ഇത് സാക്ഷിയായി നിൽക്കുന്ന ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒരു കർമ്മഫലങ്ങളോട് ചേരുന്നതുമില്ല. സാക്ഷിയായി നിൽക്കുന്നു. ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കണ്ടും കൊണ്ടും ഇത് അറിഞ്ഞുകൊണ്ടും ഒരു സാക്ഷിയായ ഒരു നാഥൻ, ഒരു നമ്മുടെ വീട്ടിൻ്റെ ഒരു നാഥനാണ്. ഈ ദേഹമാകുന്ന ഈ ക്ഷേത്രമാകുന്ന ഇതിനകത്ത് വസിക്കുന്ന ഒരു നാഥൻ, ഒരു സാക്ഷി, അതാണ് ആത്മാവ്. നമുക്കിനി 33-ാമത്തെ ശ്ലോകം വായിക്കാം. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോ അപലിപ്യതേ സർവത്ര അവസ്ഥിതോ ദേഹേ തഥാത്മാനോ അപലിപ്യതേ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആകാശം സർവ്വടത്തും വ്യാപിച്ചിരിക്കുക. എവിടെ നോക്കിയാലും ആകാശമുണ്ട്. അത് സൂക്ഷ്മമായിരിക്കുന്ന അതുകൊണ്ട് എങ്ങനെ ചെളി മുതലായവകളാലും കൂടി ലേപനം ചെയ്യപ്പെടുന്നില്ലയോ? അപ്പോൾ ഞാനിരിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെയുണ്ട് ആകാശം. എല്ലായിടവും ആകാശത്ത് നമ്മുടെ ചുറ്റിനും മൊത്തം ആകാശമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ ഒക്കുന്നത് പോലും. ആകാശമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കും? ഇവിടെ നമുക്ക് സ്ഥലം വേണ്ടേ? അപ്പോൾ ഇത് മൊത്തം ആകാശമാണ്. എന്നാൽ ഇതിനകത്ത് ചെളി എടുത്ത് എറിഞ്ഞാൽ എവിടെയെങ്കിലും പറ്റുമോ? ഞാൻ ഒരു ചെളി എടുത്ത് എറിഞ്ഞ് ഒരു ഭിത്തിയോ അല്ലെങ്കിൽ വേറെ വ്യക്തിയെ തട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പുറത്താകും, അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ പുറത്താകും. അല്ല, ആകാശത്ത് ഇതൊന്നും പറ്റുന്നില്ല. അത് ഒന്നിനും പറ്റാനില്ലേ? എറിയുമ്പോൾ ഒന്നിനും ഒരു വൃക്ഷമോ ദേഹമോ ഒന്നും ഇല്ലെങ്കിൽ തറയെ പോയി കിടക്കും, അവിടെ പറ്റും. പക്ഷേ ആകാശത്തെങ്ങാനും ചെളി പറ്റാറ്. നമ്മൾ ആകാശത്തിൽ കൂടെ എറിയുന്നത്. ഇപ്പോൾ ഒരാൾ ദൂരെ നിൽക്കുന്നു, കുറേ ചെളി വാരി അയാളെ എറിയുക, അയാളുടെ പുറത്ത് കൊണ്ടാൽ അതിൽ ചെളി പറ്റും. പക്ഷേ ഈ ആകാശത്ത് എവിടെയെങ്കിലും ചെളി പറ്റുമോ? ആകാശത്ത് എവിടെയെങ്കിലും ചെളി കണ്ടതായിട്ടുണ്ടോ? ഇല്ല. അതെതിരെ പോയി ആകാശത്തൂടെ പോയത്, പക്ഷെ ആകാശത്തിൽ എങ്ങും അതിന് ചെളി പറ്റിയിട്ടേ ഇല്ല. അതുകൊണ്ട് എങ്ങനെ ചെളി മുതലായവളാലും അതുപോലെ ഒരു ചായം കലക്കി ഒഴിച്ചാലും എന്തുമായാലും ആകാശത്ത് പറ്റുന്നില്ല. അതുപോലെ ആണ് ഈ സകല ദേഹങ്ങളിലും എന്തിരിക്കുന്നു? ആത്മാവ് സർവ്വത്തിലിരിക്കുന്ന ഈ ചെയ്യുന്ന കർമ്മങ്ങളോ ഒന്നും ഇതിന് ലേശമേ ഇല്ല. ഈ ആത്മാവിൽ നമ്മുടെ ഈ ആത്മാവ് ഇരിക്കുന്ന ഈ ദേഹത്തിൽ ചെയ്യുന്ന എന്ത് കർമ്മമോ ചെളിവാരി എറിഞ്ഞാലോ ഈ ആകാശത്ത് പറ്റാത്തതുപോലെ നമ്മുടെ ദേഹത്ത് ഇരിപ്പുണ്ട് ഈ സാക്ഷി, ഈ ആത്മാവ്. പക്ഷേ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ബന്ധിക്കുന്നുമില്ല, ഒന്നിലും ഒട്ടുന്നുമില്ല. ശരീരം വെടിയുമ്പോൾ ആത്മാവ് ഒഴിഞ്ഞു മാറുക. കാരണം ഈ ശരീരം ആണ് ഒഴിഞ്ഞു മാറുന്നത്. ശരീരം ഒഴിഞ്ഞു മാറുക എന്ന് വെച്ചാൽ എന്താണ്? ചത്തുപോകുന്നു. ഒരു ബലൂൺ എങ്ങനെ ഒഴിഞ്ഞു? പൊട്ടിപ്പോണ്. അപ്പം വായു എങ്ങോട്ടും പോകണോ? വായു അവിടെ തന്നെ നിൽക്കുക, വായു അവിടെ തന്നെ ഉണ്ട്. ആ വായു ഒന്നാണ്. കാരണം ലോകം മൊത്തം നിറയ്ക്കുന്ന വായു അല്പം അടുത്ത് ഒരു ബലൂണടുത്ത് നിറച്ച് വെച്ചെന്ന് പറഞ്ഞ് ആ ബലൂൺ പൊട്ടിപ്പോയ വായു അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോകുന്നില്ല. അതുപോലെ ശരീരം എപ്പോഴും ഇവിടുന്ന് നശിച്ചു പോകും, ചത്തുപോകും. അപ്പോഴും എന്ത് ചെയ്യുന്നു? ഈ ആത്മാവിന് ഒരു കേടുമില്ല. ആത്മാവ് അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോണില്ല, അത് നശിച്ചു പോണില്ല. ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. എന്നാൽ എൻ്റെ ശരീരമേ നീ വായേ ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞ് ആത്മാവ് വിളിച്ചു കൂവാറുണ്ടോ? അതുകൊണ്ട് പറയുന്നു, എങ്ങനെ ചെളി മുതലായവകളാലും ലേപനം ആകാശത്ത് ചെയ്യപ്പെടുന്നില്ലയോ അപ്രകാരം സകല ദേഹങ്ങളിലും ഇരിക്കുന്നു എങ്കിലും ആരാണ്? ആത്മാവ്. ഇരിക്കുന്നെങ്കിലും ആത്മാവ് ഒന്നിനോടും ചേർന്നിരിക്കുന്നില്ല. ഈ ചെളി വാരി എറിഞ്ഞെന്നും പറഞ്ഞിട്ട് ആത്മാവിനകത്ത് ഈ ആകാശത്ത് പറ്റാത്തതുപോലെ ഒന്നിനോടും ചേർന്നൊട്ടിയിരിക്കുകയല്ല ഈ ആത്മാവ്. 34-ാമത്തെ നമുക്ക് വായിക്കാം. യഥാ പ്രകാശത്യേക കൃത്സ്നം ലോകം ഇമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃത്സ്നം പ്രകാശ അതിഭാരത. നീട്ടി വായിക്കുമ്പം വ്യക്തമാവുന്നില്ല. അല്ലയോ ഭാരതവംശജ,
അല്ലയോ അർജുന, ഭാരതത്തിൽ ഭാരതത്തിൽ ജനിച്ചവനെ ഉള്ളവനെ, അതായത് അർജുന, ഒരു സൂര്യൻ. അപ്പോൾ സൂര്യൻ എത്ര എണ്ണം ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ. ഒരു സൂര്യൻ. ഈ ഒരു സൂര്യൻ എന്ത് ചെയ്യുന്നു? ലോകങ്ങളെ മൊത്തത്തിലും എപ്രകാരം അത് പ്രകാശിപ്പിക്കുന്നത്. എവിടെങ്കിലും സൂര്യപ്രകാശം ഇല്ലാതുണ്ടോ? ചിലപ്പോൾ ചില രാജ്യത്ത് ഇപ്പം രാത്രിയാവാം, എങ്കിലും അവിടെയും ചെല്ലുന്നുണ്ടല്ലോ, പകലാവുമല്ലോ. അതുകൊണ്ട് ഈ ഒരേ ഒരു സൂര്യൻ ലോകങ്ങളെ ഏത് പ്രകാരം പ്രകാശിക്കുന്നുവോ അതുപോലെ ഈ ക്ഷേത്രജ്ഞൻ, അതായത് ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ക്ഷേത്രജ്ഞൻ ആരാണ്? ആത്മാവ്, ആ ജീവാത്മാവ്. അത് എല്ലാ ശരീരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. ഈ ശരീരത്തെ മാത്രമല്ല അത് പ്രകാശിപ്പിക്കുന്നത്. ഇവിടെ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ എല്ലാത്തിലും ഈ ആത്മാവുണ്ട്. ജീവാത്മാവില്ലാതെ എങ്ങനെ ഒരു ജീവൻ ഇവിടെ നിൽക്കും? ഒരു കാക്കയിലും പൂച്ചയിലും മനുഷ്യനും സർവ്വത്തിലും ഈ ആത്മാവുണ്ട്. അതുകൊണ്ട് സൂര്യൻ എപ്രകാരം കാക്കയ്ക്കും പൂച്ചയ്ക്കും സൂര്യപ്രകാശം കിട്ടരുതെന്ന് പറയുന്നുണ്ടോ? സൂര്യൻ എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? സൂര്യപ്രകാശം, പൂച്ച നിനക്ക് സൂര്യപ്രകാശം കിട്ടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു കൊലയാളിയെടുത്ത് പറയാം, നീ കൊല ചെയ്യുന്നവനാ, ആരെങ്കിലും വധിക്കുന്നവനാ, നിനക്ക് സൂര്യപ്രകാശം കിട്ടാൻ പാടില്ല എന്ന് സൂര്യൻ പറയാറുണ്ടോ? ഒരു സൂര്യനല്ലേ ഉള്ളു, എല്ലാവർക്കും ഒരുപോലെയാണ്. അതുപോലെയാണ് ഈ ക്ഷേത്രജ്ഞൻ. നമ്മുടെ ഈ ശരീരത്തിന് ഇത് ക്ഷേത്രം, പ്രകൃതിയാണ്. ഈ പ്രകൃതിയിൽ ക്ഷേത്രജ്ഞൻ, അതായത് ആത്മാവ് എന്താ? എല്ലാ ശരീരങ്ങളെയും ഈ ശരീരത്തിൽ എങ്ങനെ പ്രകാശിപ്പിക്കുന്നു? അത് സർവ്വ ദേഹങ്ങളിലും അത് പ്രകാശിക്കുന്നു. അത് എങ്ങും ഇല്ലാതില്ല. അതുപോലാണ് ആത്മാവ്. സൂര്യൻ എങ്ങനെയാണ് ലോകം മൊത്തവും പ്രകാശം കൊടുക്കുന്നത്, അതുപോലെ ഈ ആത്മാവ്, പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവ്. കാരണം പരമാത്മാവിൻ്റെ അംശം എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, സ്വർണ്ണക്കട്ടിക്കകത്തുനിന്ന് ഇച്ചിരി സ്വർണ്ണം എടുത്തൊരു കമ്മൽ തീർത്ത് അത് കമ്മലെന്ന് പറയും. കാരണം ഈ പരബ്രഹ്മം മൊത്തവും കൂടെ നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ 10 കിലോ സ്വർണ്ണം എടുത്ത് നമ്മളെ കഴുത്തിൽ ഇടാൻ പറ്റുമോ? അതുകൊണ്ട് അല്പം മതി, അതെടുത്ത് കമ്മലോ മാല എടുത്താൽ പേരിടുന്ന മാല, കമ്മൽ, വള, മോതിരം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ശരീരത്തിൽ എത്ര വേണം ആത്മാവ്? അതുകൊണ്ട് തന്നെ ജീവാത്മാവെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതെല്ലാം അറിഞ്ഞ് നമ്മൾ ബ്രഹ്മത്തിൻ്റെ ഭാവമായി മാറണം. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ എല്ലാ ശരീരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു, നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും. പിന്നെയോ ഈ ആത്മാവ്, ഈ പരമാത്മാവിൽ നിന്നാണ് സൂര്യനും പ്രകാശിക്കുന്നത്, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, നമുക്ക് ദേഹങ്ങൾ മൊത്തവും. എങ്ങനെയാണ് പരബ്രഹ്മം പ്രകാശിക്കുന്നത്? സൂര്യൻ എങ്ങനെ സർവർക്കും കൊടുക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ ജീവനിലും പ്രകാശം കൊടുക്കുന്നത്. എന്തെങ്കിലും നമ്മുടെ ആത്മാവും, അതായത് ക്ഷേത്രജ്ഞനും ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെ പറ്റിയുള്ള വിവരമാണ്. അതായത് പ്രകൃതിയും പുരുഷനും ആണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. ഭഗവാന്റെ തന്നെ പ്രകൃതിയാണ് ഈ മഹാമായ. അപ്പോൾ ആ പരമാത്മാവിന് രൂപങ്ങളോ വികാരങ്ങളോ ഇല്ലാത്ത ശരീരമില്ല. എന്നാൽ പ്രകൃതിക്കാണ് ശരീരം. അപ്പം നമ്മളാണ് പ്രകൃതി. ഈ നമ്മളെന്ന് പറയുന്നത് ശരീരം. ഇതിലൊരു നാം എന്ന് പറഞ്ഞ ആരാണ്? ഇത് വസിക്കുന്ന ക്ഷേത്രജ്ഞൻ, ആത്മാവ്. അപ്പോൾ ആത്മാവാണ് പരമാത്മാവിൻ്റെ അംശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിൽ ആത്മാവുകൊണ്ട് പരമാത്മാവിൻ്റെ ഈ പ്രപഞ്ചം, പ്രകൃതി, അത് നമ്മുടെ ഓരോ ശരീരങ്ങൾ. ഈ ഏതെല്ലാം രീതിയിലുള്ള ശരീരങ്ങളോ വൃക്ഷങ്ങളോ ചെടികളോ അതല്ലെങ്കിൽ മൃഗങ്ങളോ പക്ഷികളോ മനുഷ്യരോ എല്ലാം ഭഗവാന്റെ പ്രകൃതിയിൽ നടക്കുന്ന ശരീരമാണ്. ഇതിലെല്ലാം എന്തുണ്ട്? സാക്ഷിയായി ആത്മാവുണ്ട്, ജീവാത്മാവെന്ന് പറയും. ഒരു കാക്കയിലും ഉണ്ടത്. സർവ്വത്തിനും എല്ലാത്തിനും പ്രകാശം കൊടുക്കുന്ന ഈ പരമാത്മാവ്. സൂര്യൻ എങ്ങനെ അതുപോലെ. ഇനി നമുക്ക് 35-ാമത്തെ ശ്ലോകം വായിക്കാം. ക്ഷേത്രജ്ഞയോരേവ അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുര്യാൻ അന്തിതേ പരം. മുൻ പറഞ്ഞ വിധം, അതായത് ഇത്രയും നേരം നമ്മൾ ഇന്ന് പറഞ്ഞത്, ഇന്നലെ കഴിഞ്ഞ ഈ 35 ശ്ലോകങ്ങളിൽ ഇത്രയും പ്രകൃതിയുടെ തുടങ്ങി 1-ാം ശ്ലോകം മുതൽ നമ്മൾ അറിഞ്ഞതെല്ലാം പ്രകൃതിയെപ്പറ്റിയും ഇതിനകത്ത് വസിക്കുന്ന ആത്മാവിനെ പറ്റിയും തിരിച്ചാണ്. പ്രകൃതിക്ക് ഇവിടെ ക്ഷേത്രമെന്നും, അത് എല്ലാ ശരീരത്തിനും ക്ഷേത്രം എന്നാണ് പറയാം. ഒരു വൃക്ഷത്തിനെയും നമുക്ക് ക്ഷേത്രം എന്ന് പറയാം. ഈ ശരീരത്തെ വൃക്ഷമെന്നും പറയാം. ഇവിടെ ഇത് നടന്നു പോകുന്ന സഞ്ചരിക്കുന്ന ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം. അതേസമയം ഒരു വൃക്ഷമാണെങ്കിലോ സഞ്ചരിക്കത്തില്ല, വേര് തറയിലേക്ക് ഊന്നി നിൽക്കുന്നുണ്ട്, അത് സഞ്ചരിക്കാത്ത വൃക്ഷം. അതാണ് ആചരം എന്ന് പറയുന്നത്. പക്ഷികളൊക്കെ പറന്ന് സഞ്ചരിക്കുന്നു, മൃഗങ്ങളും അങ്ങനെ. പക്ഷേ വൃക്ഷലതാദികളൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് നിൽക്കുന്നു, എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ സഞ്ചരിക്കുന്നു. ഇതിനെല്ലാം നമുക്ക് പ്രകൃതിയിലുള്ളതെല്ലാം നമുക്ക് വൃക്ഷമെന്നും പറയാം. പക്ഷേ ഒരു ക്ഷേത്രജ്ഞൻ വസിക്കുന്നത് കൊണ്ട് എല്ലാത്തിലും വസിക്കുന്നെങ്കിൽ നമ്മൾ മനുഷ്യനല്ലേ തിരിച്ചറിയുന്നുള്ളൂ, മൃഗങ്ങൾക്ക് അറിയില്ലല്ലോ.
എല്ലാത്തിനും ആത്മാവുണ്ടെന്ന് അവർക്ക് അറിവില്ല. നമുക്ക് അറിവാൻ ആർക്ക് പറ്റും? ഭഗവാന്റെ സാദൃശ്യപ്രകാരമുള്ള മനുഷ്യർക്ക് മാത്രമേ ഇതൊക്കെ അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഈശ്വരൻ പറഞ്ഞു തരാനായിട്ട് അവതാരമൂർത്തി വരുന്നത്. ഭഗവാൻ കൃഷ്ണൻ അവതരിച്ച അതുകൊണ്ട് ഇവിടെ 35-ാമത്തിൽ അത് വായിച്ചല്ലേ, മുൻ പറഞ്ഞ വിധം ക്ഷേത്രജ്ഞന്മാരുടെ ഭേദത്തെയും ക്ഷേത്രജ്ഞൻ. അപ്പോൾ ക്ഷേത്രം പ്രകൃതി, ഈ ശരീരമാണ്. ക്ഷേത്രജ്ഞൻ ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ വസിക്കുന്ന ആത്മാവാണ്. ഇതിൻ്റെ ഭേദം ഇത് മനസ്സിലായല്ലോ. ഈ ഭേദം എന്താണെന്ന്. അപ്പോൾ ഈ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ട്? ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ഒരു നാഥനുണ്ട്, സാക്ഷി. അതാരാ? ജീവാത്മാവ്. അത് പരമാത്മാവിൻ്റെ അംശമായതുകൊണ്ടാണ് ജീവാത്മാവെന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു കട്ടി സ്വർണ്ണത്തിൽ നിന്ന് അല്പ സ്വർണ്ണത്തിൽ മാല ഇട്ടാൽ അത് എങ്ങനെ പറയും? അത് മാല എന്ന് പറയുന്ന പോലെ അത് സ്വർണ്ണം എന്ന് പറയാറില്ലാത്തതുപോലെ പരമാത്മാവെന്ന് പറയാത്തത് എന്താ? പരമാത്മാവ് അഖണ്ഡം നിറഞ്ഞിരിക്കുന്നൊരു വസ്തുവാണ്. ഇതിനകത്തൊരു ശകലം മതി, അതുകൊണ്ട് തന്നെ ജീവാത്മാവെന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതായത് ഒരു സമുദ്രത്തിലെ വെള്ളം മൊത്തം സമുദ്രമാണ്. അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം നമ്മളിങ്ങോട്ട് മാറ്റിയാൽ അത് സമുദ്രം, ആ വെള്ളം തന്നെയാണ്. ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അതിന് നമ്മൾ ഗ്ലാസ്സിലെ വെള്ളമെന്നേ പറയൂ, സമുദ്രം എന്ന് പറയത്തില്ല. ആ വെള്ളം കൊണ്ട് സമുദ്രത്തിൽ ഒഴിച്ചാലോ അത് സമുദ്രമാണ്. ഇതുപോലെയുള്ള വ്യത്യാസം. അപ്പം സമുദ്രം അത്രത്തോളമാണ്. അതിൻ്റെ തന്നെയാണ് ഒരു ഗ്ലാസ് വെള്ളം മാറ്റി പിടിച്ച് ഇങ്ങോട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളതിനെ വെള്ളം എന്ന് പറയാം, അല്ലെ ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ വെള്ളം എന്ന് പറയുന്നതും സമുദ്രം എന്ന് പറയുന്നത് രണ്ട് സംഗതി ഒന്ന് തന്നെയാണ്. അത്രേ ഇതിനും ചിന്തിക്കാൻ മതി. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മുൻ പറഞ്ഞ വിധം ക്ഷേത്രജ്ഞന്മാരുടെ ഭേദം ഭൂതങ്ങൾക്ക് കാരണമായ പ്രകൃതിയിൽ നിന്ന് നിവർത്തിപ്പാനുള്ള ധ്യാനാദി ഉപായത്തെയും വിവേകജ്ഞാന ലക്ഷണമായിരിക്കുന്ന കണ്ണുകൊണ്ട് ഏവൻ അറിയുന്നുവോ അവൻ പരമപദത്തെ പ്രാപിക്കുന്നു. ഇതെല്ലാം അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് പരമപദത്തെ പ്രാപിക്കുന്നത്. ഇതറിയാത്തൊരു വ്യക്തിക്ക് എന്ത് ചെയ്യും? ഈ പ്രകൃതി തന്നെ ജനിച്ചും മരിച്ചും ഒരു കുമിള വന്ന് ജനിച്ച കണക്ക് വന്നിട്ട് വീണ്ടും അത് സമയം കഴിഞ്ഞ് പൊട്ടിപ്പോകുന്ന പോലെ നമ്മൾ ഇന്ന് ഇങ്ങോട്ട് ജനിക്കും. ചിലപ്പോൾ അന്ന് പോകുന്നതുകൊണ്ട് ചിലപ്പം 10 വർഷം, ചിലപ്പോൾ 100 വർഷം കഴിയുമ്പോൾ നമ്മളും പൊട്ടിപ്പോകുന്നു. വീണ്ടും ഭൂമിയിലേക്ക് ഒരു കുമിളയായി ജനിച്ചു വരും. നമ്മൾ വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു. എന്താ കാരണം? ഇതിൻ്റെ ഭേദം, ഈ ഭൂതം എന്താണ്, അതായത് പ്രകൃതി എന്താണ്, ഇതിലാരാ വസിക്കുന്നത്, ഇതൊക്കെ അറിയാതെ, ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ എന്തറിയും? നമ്മൾ മൃഗത്തിന് തുല്യമല്ലേ. അപ്പോൾ ജനിച്ചും മരിച്ചും നമ്മുടെ കർമ്മവാസന പോലെയാണ് ജനിക്കുക മരിക്കുക ചെയ്യുന്നത്. ദുഷ്കർമ്മം അറിവില്ലാണ്ട് ഒരുപാട് ദുഷ്കർമ്മങ്ങൾ വാരിക്കൂട്ടിയാൽ അത്രയ്ക്ക് നീചമായ ജനനം വരും. ചിലപ്പോൾ ഇഴയന്തുക്കളായി വരെ പോകാം. അത്രമാത്രം കഠിനമായ ദുഷ്കർമ്മം ചെയ്താൽ പല രീതിയിലാണ്. നമ്മൾ അറിവില്ലാത്തതോളം കാലം എന്തായി വരുമെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തും ഈശ്വരനെ അറിഞ്ഞും പോവാമെങ്കിൽ അടുത്തൊരു ജന്മം നല്ലൊരു ജന്മം ജനിച്ചെങ്കിലും വരാം. അതല്ല, ഒന്നും അറിവില്ലാതെ വെറും മൂഢനെ പോലെ കഴിഞ്ഞ് തിന്നും കുടിച്ചും മൃഗങ്ങളെക്കാളും കഷ്ടം പിടിച്ച ജീവിത കർമ്മങ്ങളും ചെയ്ത് ദുഷ്കർമ്മം ചെയ്ത് പോയാൽ എന്ത് വരും? അതിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു, ക്ഷേത്രവും ക്ഷേത്രജ്ഞന്മാരുടെയും ഭേദം. അപ്പോൾ പ്രകൃതിയായിരിക്കുന്ന ഈ ശരീരം ക്ഷേത്രത്തിന് ഇരിക്കാനുള്ള വാസസ്ഥലമാണ്, വീടാണ്. അതുകൊണ്ട് അതിനെ ക്ഷേത്രം എന്ന് പറയുന്നു. ആരാ? പരമാത്മാവിനും വസിക്കുന്നതുകൊണ്ട് അത് ക്ഷേത്രം തന്നെ പറയണം ഈ വീടിനെ. അപ്പം അതിനെപ്പറ്റി നമ്മൾ തിരിച്ചറിഞ്ഞു. ഇതിൽ വസിക്കുന്ന ആളാരാ? പരമാത്മാവാണെന്നും ആ പരമാത്മാവിൻ്റെ ദേഹമാണ് ഈ ക്ഷേത്രമെന്നും. എന്നിട്ട് ഇതിന് കാരണം എന്താ? ഈ ഭൂതങ്ങൾക്ക് കാരണം എന്താ? ഈ ശരീരം ഉണ്ടാവാനുള്ള കാരണം അത് പ്രകൃതിയാണ്. ഈ പ്രകൃതിയിലാണ്, പഞ്ചഭൂതം നിർമ്മിതമായ പ്രകൃതിയിൽ നിന്നാണ് ഈ ശരീരം കിട്ടിയത്. ഈ ക്ഷേത്രത്തിന് വസിക്കാൻ ഈ ക്ഷേത്രം എങ്ങനെ ഉണ്ടായി? പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായത്. അതിന് ഭൂതം എന്താ? ഇത് ഞാനൊരു ഭൂതം, എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അതൊക്കെ ഭൂതങ്ങളാണ്, പഞ്ചഭൂത നിർമ്മിതമാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ഈ ഭൂതങ്ങൾക്ക്, ഈ ശരീരങ്ങൾക്ക്, ഇതുപോലുള്ള പല ശരീരങ്ങൾക്കും കാരണമായ ഈ പ്രകൃതിയിൽ നിന്ന് എന്ത് വേണം? നമ്മൾ നിവർത്തിപ്പെടണം. നമ്മൾ ഈ പ്രകൃതിയിൽ കിടക്കാനുള്ളവരല്ല. ഈ പ്രകൃതി അവിദ്യയാണ്. ഇതിൽ നിന്ന് നമ്മൾ കരകയറണം. ഇത് സംസാര സാഗരമാണ്. ഇത് ദുഃഖപ്പെട്ട ഒരു ദുരിതപ്പെട്ട ഒരു കടൽ, സമുദ്രത്തിൽ കിടക്കുന്നത് പോലെയാണ്. സമുദ്രത്തിലെ നടുക്കടലിൽ കിടന്നാൽ നമ്മൾ കരകയറാൻ പറ്റാത്തതുപോലുള്ള ആണ് ഈ ദുരിതമാണ് ഈ പ്രകൃതി. ഇത് നമുക്ക് നിവർത്തപ്പെടണം. ഇവിടുന്ന് നമുക്ക് കരകയറി പരമാത്മാ ലയം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ ധ്യാനാദി ഉപാധി എന്തൊക്കെയാണ്? നമ്മൾ നല്ല നല്ല സൽക്കർമ്മങ്ങളും ധ്യാനങ്ങളും പ്രാർത്ഥനകളും സൽപ്രവൃത്തികളും ഇതൊക്കെയും ധ്യാനാദി ഉപായം.
ഇത് ഇത് വിവേകജ്ഞാന ലക്ഷണമായിരിക്കുന്ന കണ്ണുകൊണ്ട് ഇതൊക്കെ എങ്ങനെ കിട്ടണം, ഇതെങ്ങനെ അറിയണം, ഇതെന്തായി തീരണം, ആ ജ്ഞാനമാകുന്ന കണ്ണുണ്ട്, ജ്ഞാനക്കണ്ണ്. ഈ ജ്ഞാനക്കണ്ണുകൊണ്ട് അവൻ അറിയുന്നുവോ അവൻ പരമപദത്തെ പ്രാപിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ആണ് നമ്മൾ പരമപദം പ്രാപിക്കുന്നത്. എന്തോ പരമാത്മാവിൽ, അതായത് അഖണ്ഡം നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മത്തിൽ തന്നെ ലയം പ്രാപിക്കണം. നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കണം. അത് ബ്രഹ്മഭാവം അങ്ങനെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എന്തുവരും, ജീവാത്മാവും എന്താണെന്നോ അതിലിരിക്കുന്ന ക്ഷേത്രം ഈ പ്രകൃതി എന്താണെന്നോ ഒരു വിവരമില്ലാതെ മൃഗങ്ങളെപ്പോലെ തിന്നും കുടിച്ചും കിടന്നാൽ യാതൊന്നും അറിയില്ല. ഭഗവത്ഗീത എന്താണ്, ഇതിൻ്റെ അറിവെന്താണ്, ജ്ഞാനമാകുന്ന അറിവ് എന്താണ്, നാം ഈശ്വരനാണ്, എന്താ അറിവാകുന്നു ഈശ്വരൻ. ഈ അറിവാണ് ഈശ്വരൻ. നമ്മൾ അറിഞ്ഞെങ്കിലല്ലേ അതാവാൻ പറ്റൂ, ഈ ബ്രഹ്മഭാവം നമുക്കുണ്ടാവൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഇരുകാലി മൃഗങ്ങൾക്ക് അറിവില്ലാത്തതുപോലെ ഇന്ന് മൃഗത്തിനേക്കാളും കഷ്ടമാണ് മനുഷ്യൻ്റെ കഥ. അത്രമാത്രം അധപ്പതിച്ചു പോയി. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇതിന് നിവർത്തിപ്പെടണം, ഈ കരകയറണം, ഈ സംസാരമായിരിക്കുന്ന ഈ ദുരിത ദുഃഖാബ്ധിയിൽ നിന്ന് കരകയറണം. എങ്ങോട്ട് കരകയറണം? പരമാത്മാവിലേക്ക് ലയം പ്രാപിക്കണം. അതിന് ഈ കാരണഭൂതമായ ഈ പ്രകൃതി, നമ്മുടെ ഭൂതങ്ങൾക്ക്, ഈ ശരീരങ്ങൾക്കെല്ലാം കാരണക്കാരാരാണ്? ഈ പ്രകൃതി. ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ശരീരം കിട്ടി, ഇവിടുന്ന് ഒഴിഞ്ഞു മാറി എവിടേക്ക് പോകണം? ഇനി ജനിക്കാതിരിക്കാൻ ഈശ്വരനിലേക്ക് എത്തപ്പെടണം. അതിന് വേണ്ടുന്ന എന്താ? നിവർത്തിപ്പാൻ, ഇവിടെ നിന്ന് കരകയറാൻ. ധ്യാനം ആദി എന്നാൽ ധ്യാനവും ഒരുപാട് ഭഗവാന്റെ കീർത്തനങ്ങളും ഭഗവാനെ ആരാധിച്ചും സന്തോഷിച്ചും ഭഗവാനെ ലയിച്ചും ലയം പ്രാപിച്ചും ഭക്തിയോടുകൂടിയും സൽക്കർമ്മങ്ങൾ ചെയ്തും എന്തുകൊണ്ടും എല്ലാം കൊണ്ടും എന്ത് വേണം? ഇതിനെ ഇത് നിവർത്തിപ്പെടണം. അങ്ങനെ വിവേകജ്ഞാന ലക്ഷണമായിരിക്കുന്ന കണ്ണുകൊണ്ട്, അങ്ങനെയുള്ള വിവേക അറിവാകുന്ന ജ്ഞാനലക്ഷണം, അത്രമാത്രം അറിവ് നേടുന്ന ആ ജ്ഞാനക്കണ്ണുകൊണ്ട് ഏവൻ അറിയണം. ആ ജ്ഞാനക്കണ്ണുകൊണ്ടാണ് ആ പരമാത്മ നമ്മൾ അറിയുന്നത്. ആ അറിവ് എപ്പോൾ കിട്ടുന്നുവോ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് പരമപദം പ്രാപിക്കാൻ പറ്റൂ. അങ്ങനെ ആരാണോ അവരത് പ്രാപിച്ചിരിക്കും. ഈശ്വരനിലേക്ക് പരമപദം എന്ന് വെച്ചാൽ അപ്പത്തൊരു പദമില്ല. ആ പരബ്രഹ്മത്തിൽ നമ്മൾ ലയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പരമാത്മാവായ കൃഷ്ണൻ ആരാ? പരമാത്മാവാണ്. ആ പരമാത്മാവ് തന്നെ ആ ശരീരത്തിലിരുന്നു കൊണ്ട് ഇതത്ര ഉപദേശം തരുക. നമ്മളും ആ പരമാത്മാവിനിൽ ചേരാനാണ്. കൃഷ്ണനിലിരിക്കുന്ന പരമാത്മാവ്, കൃഷ്ണൻ ശരീരം ഭൂമിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് എടുത്തത് കൊണ്ട് നമുക്ക് കൃഷ്ണൻ്റെ രൂപമായി. അതുകൊണ്ട് നമ്മൾ ആ രൂപത്തെ അല്ല, അതിലിരിക്കുന്ന പരമാത്മാവിനെയാണ് നമ്മൾ ആവേണ്ടത്. ആ പരമാത്മാവിൽ തന്നെയാണ് ഭഗവാൻ കൃഷ്ണനും ആകുന്നത്. നമ്മളും അവിടെ എത്തണം, അതിൽ ചേരണം. അങ്ങനെ ഇതൊക്കെ ആയി തീർന്നെങ്കിൽ മാത്രമേ നമുക്കും ആ പരമപദം പ്രാപിക്കാൻ പറ്റൂ. ശ്രീമൽ ഭഗവത്ഗീതാസു ഉപനിഷൽ സുബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പ്രകൃതിപുരുഷ വിവേകയോഗോ നാമ ത്രയോദശോ അധ്യായ. പ്രകൃതിപുരുഷ യോഗമെന്ന 13-ാം അധ്യായം സമാപ്തഃ. എല്ലാവർക്കും നമസ്കാരം. എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ മക്കളെ? ഇങ്ങനെ മനസ്സിലാക്കണം. ഇത് നമുക്ക് നല്ല രസമാ സത്യത്തിൽ. നമ്മൾ ചിന്തിച്ച് നോക്ക്, നമ്മൾ മൃഗങ്ങളെ പോലെ കഴിയണമോ അതോ നമുക്ക് ഭഗവാങ്കിൽ ചേരണമോ? കുറേ മക്കൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് വർഷങ്ങൾ പിടിക്കും. ഈ ജന്മം കൊണ്ട് പറ്റില്ലെങ്കിൽ അതിന് ബാക്കി മതിയല്ലോ അടുത്ത ജന്മമെങ്കിലും. അപ്പം ഇത് എളുപ്പമാവല്ല. എന്തായാലും ആരും വെറുതെ ഇരിക്കരുത്. ഒക്കെന്നിട്ട് നമുക്ക് LKG UKG 1, 2 ഇങ്ങനെ ഓരോന്നോ ക്ലാസ് മാറി മുമ്പോട്ട് പോകണം. വെറുതെ ഒന്നും എനിക്കിതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടുത്ത ജന്മവും പറ്റത്തില്ല. ഒട്ടും അറിയാതെ പോയ അടുത്ത ഇതിനേക്കാളും ദുഷിച്ച ജന്മമായി പോകും. പിന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, മൃഗങ്ങളൊക്കെ ആയി പോകും. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജന്മം കിട്ടത്തുള്ളൂ. അപ്പോഴേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കണം, ഭഗവാനെ ഈ ജന്മം കിട്ടിയില്ലെങ്കിൽ വരും ജന്മം നല്ലൊരു ബുദ്ധിയും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളൊരു ജന്മം കിട്ടണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലും പ്രാർത്ഥിക്കണ്ടേ? ചുമ്മാ തിന്നും കുടിച്ചിരുന്നാൽ മതിയോ? എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.